ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിതമൻ നാവികസേനയുടെ ഭാഗമാകും. വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അന്തർവാഹിനി കമ്മീഷൻ ചെയ്തു. ഇതൊരു വാക്കല്ല, കരുത്താണ്. അരിതമൻ എന്ന അദ്ദേഹം തന്റെ എക്സ് പേജിൽ കുറിച്ചു. ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് അരിതമൻ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം. ദീർഘനാൾ ദീർഘദൂരം സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിക്കാനാവുന്ന INS അരിതമൻ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 7000 ടൺ ഭാരമുള്ള അരിതമൻ ഇതിന് മുൻഗാമികളായ INS അരിഹന്ത്, INS അരിഘാത് എന്നിവയേക്കാൾ വലുതാണ്. കുത്തനെ സമുദ്രത്തിനടിയിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന 8 വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം ട്യൂബുകളാണ് ഇതിലുള്ളത്. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള 8 K4 മിസൈലുകളോ അല്ലെങ്കിൽ 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള 25 K15 മിസൈലുകളോ വഹിക്കാൻ അരിതമന് ശേഷിയുണ്ട്. ഭാവിയിൽ 6000 കിലോമീറ്റർ ദൂരപരിധിയുള്ള K5 മിസൈലുകളും ഇതിൽ സജ്ജമാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 83 മെഗാവാട്ട് കമ്പാക്ട് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് അന്തർവാഹിനിക്ക് കരുത്ത് നൽകുന്നത്. കടലിനടിയിൽ ശബ്ദം കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ ഉഷസ് പഞ്ചേന്ദ്രിയ സോണാർ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്ര ഉപരിതലത്തിൽ 12 മുതൽ 15 നോട്ട് വരെയും വെള്ളത്തിനടിയിൽ 24 നോട്ട് വരെയും വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. അരിതമന്റെ വരവോടെ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി കൂടുതൽ ശക്തമാകും. ആണവായുധ ആക്രമണമുണ്ടായാൽ ഏത് സമയത്തും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷിയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അരിതമൻ സേനയുടെ ഭാഗമാകുന്നതോടെ കടലിൽ എപ്പോഴും ഒരു ആണവ അന്തർവാഹിനി കാവലുണ്ടാകുമെന്ന് ഉറപ്പാകുന്നു. കരയിലെ ലോഞ്ചറുകളും വിമാനത്താവളങ്ങളും ശത്രുവിന്റെ ആദ്യ ആക്രമണത്തിൽ തകർക്കപ്പെട്ടേക്കാം. എന്നാൽ കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുക പ്രയാസമാണ്. കടലിനടിയിൽ നിന്നും മിസൈലുകൾ തൊടുത്ത ശത്രുവിൽ വൻ പ്രത്യാഘാതം നൽകാൻ ഇവ സഹായിക്കും. അതേസമയം സ്വയം പര്യാപ്തമായ നാവിക ശക്തിയാകാൻ ഇന്ത്യൻ നാവികസേന നടത്തുന്ന ചുവടുവയ്പിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ന് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലായ താരിഗിരി കമ്മീഷൻ ചെയ്തതിലൂടെ സാധ്യമായത്. സമുദ്രത്തിൽ കരുത്തിന്റെയും തന്ത്രത്തിന്റെയും പുതിയ തിരമാലകൾ തീർക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതുതായി പുറത്തിറങ്ങിയ യുദ്ധക്കപ്പലായ INS താരഗിരി. സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന ഈ യുദ്ധക്കപ്പലിനെ അദൃശ്യ യുദ്ധക്കപ്പലെന്നും താരഗിരിയെ വിളിക്കാനാവും. ഇടത്തരം വലുപ്പമുള്ള യുദ്ധക്കപ്പലുകളാണ് ഫ്രിഗേറ്റ് വിഭാഗത്തിൽ പെടുന്നത്. താരഗിരിയിൽ പ്രധാന ആയുധം ബ്രഹ്മോസ് മിസൈലാണ്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ സഞ്ചരിക്കാനുള്ള കഴിവ് താരഗിരിക്കുണ്ട്. ഇതിനുള്ളിൽ സജ്ജീകരിക്കാവുന്ന ആയുധങ്ങളാകട്ടെ ലോകോത്തരവുമാണ്. ഏകദേശം 80% ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധക്കപ്പൽ എന്ന് തന്നെ പറയാം. ഇതിലെ MF സ്റ്റാർ റഡാർ എന്ന ഇസ്രയേലിന്റെ റഡാറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 100 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ നിരീക്ഷിക്കാൻ ഇതിലെ റഡാറിന് കഴിയും. നീൽഗിരി വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഫ്രിഗേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന യുദ്ധക്കപ്പൽ. ഏറ്റവും മികച്ച യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക എന്നതാണ് നീൽഗിരി വിഭാഗത്തിൽപ്പെടുന്ന കപ്പലിന്റെ പ്രത്യേകത. ആയുധങ്ങളിൽ പ്രധാനം ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ മുട്ടിൽ വീഴ്ത്തിയ ബ്രഹ്മോസ് മിസൈൽ തന്നെയാണ്. ഉപരിതലത്തിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന ബ്രഹ്മോസ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ദീർഘദൂരത്തേക്ക് പാഞ്ഞു ചെന്ന് ശത്രുപാളയത്തിൽ തീ വിതറുന്ന ദീർഘദൂരശേഷിയുള്ള ബ്രഹ്മോസ് ആണ് ഉപയോഗിക്കുക. ഭാരം കുറഞ്ഞ അന്തർവാഹിനികളെ ആക്രമിക്കാവുന്ന ടോർപിഡോകളും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തദ്ദേശീയമായ റോക്കറ്റ് ലോഞ്ചറുകളും ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.